കിങ് ഫൈസൽ. മുസ്ലിം ലോകം കണ്ട ഏറ്റവും ശക്തനായ നേതാവ്, തന്റെ ഒരു കമാൻഡ് കൊണ്ട് ലോക വൻശക്തിയായ അമേരിക്കയെ മുട്ടുകുത്തിച്ച ഭരണാധികാരി, ഫലസ്തീന്റെ വിമോചനത്തിനായി ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കാൻ മടിക്കാത്ത വ്യക്തി. എന്നാൽ മുസ്ലിം ലോകത്തിന്റെ അനിഷേധ്യ നേതാവായി മാറിയ കിങ് ഫൈസലിന്റെ അന്ത്യം ലോകത്തെ നടുക്കുന്നതായിരുന്നു. സ്വന്തം അനന്തരവൻ തന്നെ അദ്ദേഹത്തിനു നേരെ വെടിയുതിർത്തു. പക്ഷേ ഈ കഥ തുടങ്ങുന്നത് അവിടെയല്ല. ഇതിന്റെ വേരുകൾ തേടി നമുക്ക് 1400 വർഷങ്ങൾ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് അറബ് പ്രദേശം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവന്നു. എന്നാൽ അവിടുത്തെ വിയോഗത്തിനു ശേഷം സ്ഥിതി മാറി. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരെ പല ഗോത്രങ്ങളും കലാപം പ്രഖ്യാപിച്ചു. കള്ളപ്രവാചകന്മാർ ഉദയം ചെയ്തു. അതിൽ ഏറ്റവും അപകടകാരിയായിരുന്നു യമാമയിലെ മുസൈലിമ അൽ ഖദ്ദാബ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമായിരുന്നു യമാമ യുദ്ധം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന അജേയനായ സേനാനായകൻ മുസൈലിമയെയും അവന്റെ ഗോത്രമായ ബനൂ ഹനീഫയെയും അത്ര ശക്തമായി പരാജയപ്പെടുത്തി. ആ പരാജയത്തിനു ശേഷം ഏകദേശം 1000 വർഷങ്ങളോളം ബനൂ ഹനീഫ ഗോത്രത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 1000 വർഷങ്ങൾക്ക് ശേഷം ആ ഗോത്രത്തിൽ നിന്ന് ഒരു പുതിയ സൂര്യനുദിച്ചു. മുഹമ്മദ് ബിൻ സഊദ്, സൗദി കുടുംബത്തിന്റെ ആദ്യത്തെ രാജാവ്. ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ശക്തി ഒട്ടോമാൻ ഖിലാഫത്തായിരുന്നു. മക്കയിലെയും മദീനയിലെയും അവസ്ഥ അന്ന് വിചിത്രമായിരുന്നു. ഒരേ നിസ്കാരത്തിന് 4 മദ്ഹബുകൾക്കായി 4 ഇമാമുമാർ: ഹനാഫി, ഷാഫി, മാലിക്കി, ഹംബലി. എന്നാൽ അവരിലൊരാളും തന്നെ മറ്റൊരാളുടെ ഇമാമിന്റെ പിന്നിൽ നമസ്കാരം നടത്താൻ തയ്യാറായിരുന്നില്ല. ഈ വ്യവസ്ഥയിൽ അതൃപ്തനായൊരു പണ്ഡിതനുണ്ടായിരുന്നു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എന്നാൽ ഇതിനെല്ലാമെതിരെ അദ്ദേഹം ശബ്ദമുയർത്താൻ തുടങ്ങിയപ്പോൾ ആളുകൾ അദ്ദേഹത്തെ സ്വന്തം നഗരത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് അറിവുണ്ടായിരുന്നു. പക്ഷേ തന്റെ ചിന്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് ശക്തിയുണ്ടായിരുന്നില്ല. ലോകത്തിലെ ആദ്യത്തെ സൗദി രാജാവുമായി കൈകോർത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഈ അധികാരം ലഭിച്ചത്. അതിനുശേഷം സൗദി വഹാബി കുടുംബങ്ങൾ ഒരുമിച്ച് അറേബ്യൻ പ്രദേശമായ നജ്ദിൽ ശക്തമായൊരു രാഷ്ട്രം രൂപീകരിച്ചു. ഇപ്പോൾ സൗദി രാജവംശം ശക്തമായൊരു ഭരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവർക്ക് ഒട്ടോമാൻ ഖിലാഫത്തിനു മുന്നിൽ ഒരു സ്ഥാനവുമുണ്ടായിരുന്നില്ല. അക്കാലത്തെ ഏറ്റവും വലിയ മുസ്ലിം ശക്തിയായിരുന്നു ഒട്ടോമാൻ ഖിലാഫത്ത്. എന്നാൽ ഇതെല്ലാം നടന്ന് 200 വർഷങ്ങൾക്ക് ശേഷം ഒട്ടോമാൻ സാമ്രാജ്യം അതിന്റെ അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. വേൾഡ് വാർ I. ബ്രിട്ടീഷ് സാമ്രാജ്യവും ഒട്ടോമാൻ ഖിലാഫത്തും വീണ്ടും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു കാര്യം വ്യക്തമായിരുന്നു: അറബികളുടെ പിന്തുണയുള്ളിടത്തോളം കാലം ഒട്ടോമാൻ ഖിലാഫത്തിനെ തകർക്കാൻ കഴിയില്ല എന്ന്. അവിടെയാണ് ചതുരംഗ കളിയിലെ കരുകൾ നീക്കപ്പെട്ടത്. അറബികളെ ഒട്ടോമാൻ ഖിലാഫത്തിനെതിരെ തിരിക്കുക എന്നതായിരുന്നു ആ തന്ത്രം. ഈ ദൗത്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വളരെ ശക്തനായൊരു അറബ് നേതാവിനെ ആവശ്യമായിരുന്നു. വളരെയധികം അന്വേഷണങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഒടുവിൽ ഈ നേതാവിനെ കണ്ടെത്തി: മക്കയിലെ ഷരീഫ് ഹുസൈൻ. സാധാരണക്കാരനല്ലായിരുന്നു മക്കയിലെ ഷരീഫ് ഹുസൈൻ. അദ്ദേഹം റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ടവനും ഒരു മികച്ച പണ്ഡിതനുമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം ഷരീഫ് ഹുസൈനും അറേബ്യയിലെ ജനങ്ങൾക്കും ഒരു വാഗ്ദാനം നൽകി: ഒട്ടോമാൻ സാമ്രാജ്യത്തിനെതിരായ ഈ യുദ്ധത്തിൽ അവർ വിജയിച്ചാൽ അവർ ലോകത്തിൽ നിന്ന് ഖിലാഫത്തിനെ ഇല്ലാതാക്കില്ല. മറിച്ച് തുർക്കികളുടെ പക്കൽ നിന്ന് ഖിലാഫത്ത് പിടിച്ചെടുത്ത് അറബികളെ മുസ്ലിമീങ്ങളുടെ ഖലീഫമാരായി പുനഃസ്ഥാപിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ഇത് കേട്ടപ്പോൾ അറേബ്യയിലെ ജനങ്ങൾക്ക് അതിയായ സന്തോഷമായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടൊപ്പം അവർ ഒട്ടോമാൻ സാമ്രാജ്യത്തിനെതിരെ കലാപം നടത്തി. ഒടുവിൽ ഈ അറബ് കലാപം കാരണം മുൻപ് ഇത്രയും വിശാലമായൊരു പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒട്ടോമാൻ ഖിലാഫത്ത് ഇപ്പോൾ വെറും ഇത്രയുമായി ചുരുങ്ങി. അതിനുശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യം ആ ഭൂമി ഷരീഫ് ഹുസൈന് തിരികെ നൽകിയില്ല. അവർ ഷരീഫ് ഹുസൈനിന്റെ മുന്നിൽ വളരെ കർശനമായൊരു നിബന്ധന വെച്ചു:
ഞങ്ങൾ നിങ്ങളെ മുസ്ലിമീങ്ങളുടെ ഖലീഫയാക്കും. പക്ഷേ നിങ്ങൾ ഫലസ്തീൻ ജൂതന്മാർക്ക് കൈമാറേണ്ടി വരും.